കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപ് വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമസ്തേ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വയനാടിന്റെ വീരപുത്രനായ തലക്കര ചന്തുവിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ നീലിയെയും പറ്റിയാണ്. നമുക്കറിയാം, പഴശ്ശിയുടെ സേനാനായകനായിരുന്ന തലക്കര ചന്തു, എടച്ചനക്കുങ്കൻ തുടങ്ങിയവർ വീരമരണം പ്രാപിച്ചിട്ട് 219 വർഷങ്ങളായി. നവംബർ 15 1805 നവംബർ 15 തലക്കര ചന്തുവിനെ പിടികൂടി പനമരത്തെ കോളിമരത്തിൽ കൊണ്ടുവന്ന് തൂക്കിക്കൊല്ലുന്നത്. അതിന് 3 വർഷം മുമ്പ് പനമരത്തെ ബ്രിട്ടീഷ് പോസ്റ്റ് ആക്രമിച്ചതിന്റെ പക പോക്കുകയായിരുന്നു അവർ തലക്കര ചന്തുവിനോട്. അത്രയ്ക്ക് ഭീകരമർദ്ദനങ്ങൾ ഏൽപ്പിച്ച് മറ്റുള്ളവർക്ക് പാഠമാകുന്ന വിധത്തിലാണ് അദ്ദേഹത്തെ തൂക്കിക്കൊന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു നീലി. നമ്മൾ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് പിന്നിലുള്ള സ്ത്രീകളെ ഒന്നും പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. എടച്ചനക്കുങ്കന്റെ തറവാട്ടിലും സ്ത്രീകളുണ്ടായിരുന്നു, അമ്മയും പെങ്ങളും. പെങ്ങള് 3 മക്കളെയോ മറ്റോ ഈ സ്വാതന്ത്ര്യ സമരത്തിന് ഇങ്ങനെ കുരുതി കൊടുത്ത ഒരു സ്ത്രീയാണ്. അങ്ങനെ ആ കുടുംബത്തിന് പിന്നീട് വേല വിലക്ക് വരികയും അവർക്ക് ജോലി കിട്ടാതെ സ്വത്ത് വകകളൊക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് അവർ വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ തന്നെ പഴശ്ശിരാജയുടെ ഭാര്യയ്ക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ തന്നെ ഈ തലക്കര ചന്തുവിന്റെ ഭാര്യ നീലിയും ഇരുളിലേക്ക് മറയുകയായിരുന്നു. ഈ പോരാട്ടങ്ങൾക്ക് ശേഷം, പഴശ്ശിരാജയുടെ മരണത്തിന് ശേഷം പിന്നീട് ഗോത്രകലാപം നടന്നിരുന്നു. അതിന്റെ നേതാവായിരുന്നു രാമൻ നമ്പി. അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റി ഇവിടുത്തെ പ്രാദേശിക ചരിത്രകാരനായ VK സന്തോഷ് മാഷ് കുറിച്ചു വെച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ തല അറുത്തെടുത്ത് തടവിലുള്ള അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് കാണിച്ചു. ആ കുട്ടി അത് കണ്ട് ഞെട്ടിത്തരിച്ച് തലകുനിച്ചു നിന്നു എന്നാണ്. അത് കണ്ടു നിന്ന ബ്രിട്ടീഷുകാർക്ക് പോലും കരളലിഞ്ഞു അത്രേ. അതിനുശേഷം കാർഷിക കലാപം ഉണ്ടായിരുന്നു. അതിന്റെ നേതാവായിരുന്നത്, അതിന്റെ നേതൃത്വം വഹിച്ചിരുന്നത് എന്റെയൊക്കെ പൈതൃകത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഐരവീട്ടിൽ കോന്തപ്പൻ നായർ എന്ന പേരുള്ള ഒരു മാന്യദേഹമായിരുന്നു എന്നത് എനിക്കും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ വന്നത് നീലിയെ പറ്റിയാണ്. ഞാൻ ഈ നീലിയെക്കുറിച്ചൊരു കവിത എഴുതിയിരുന്നു. ഞങ്ങള് ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ അമൃതവർഷത്തോട് അനുബന്ധിച്ച് ഞങ്ങൾ വയനാട്ടിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെപ്പറ്റി ഒരു കവിതാ സമാഹാരം ഇറക്കിയിരുന്നു. ഇതാണത്. അവരുറങ്ങുമി മണ്ണിൽ നിന്ന്. അതില് ഞാൻ 2-3 കവിത എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് നീലി. നമുക്ക് നീലിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. പഴശ്ശിരാജ എന്ന സിനിമയിൽ നമ്മൾ കണ്ട പത്മപ്രിയയുടെ ആ കഥാപാത്രം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇരുളിലേക്ക് മറിഞ്ഞുപോയി. അങ്ങനെ ആ നീലിയെപ്പറ്റി എൻ്റെ സങ്കല്പങ്ങൾ, ഞാൻ ആ നീലി ഒന്ന് വരച്ചു വെക്കാൻ ശ്രമിച്ചതാണ്. അഞ്ചുകുന്ന് എന്ന സ്ഥലത്തെ ഒരു കുറിച്ചൻ മുറ്റത്താണ് നീലി ജനിച്ചത്. അവിടെ ജനിച്ച നീലി പിന്നീട് ചന്തുവിനെ കണ്ടുമുട്ടുന്നതും കല്യാണം കഴിച്ച് അവർ ജീവിക്കുന്നതും, അങ്ങനെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴശ്ശിരാജയും എടച്ചനക്കുങ്കനും വന്ന് അദ്ദേഹത്തെ പോരാട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും, അങ്ങനെ നീലി കൂടി ആ പോരാട്ടങ്ങളിൽ പങ്കാളിയാവുന്നതും, അങ്ങനെ ഈ തലക്കര ചന്തു തനിക്ക് ഒറ്റുകാരുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നീട് നീലിയോട് പറയുന്നതും, ഞാനിനി
നിന്റെ കൂടെ തിരക്കി വരുന്നില്ല. അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ ഭീഷണിയുണ്ട്, സാഹിബിൻ്റെ പൈസ വാങ്ങിക്കുന്നവർ എൻ്റെ തലയ്ക്ക് വില പറയുന്നുണ്ട് എന്നൊക്കെ ഉള്ള ആ രീതിയിലുള്ള സംസാരങ്ങൾ നടക്കുന്നതും. പിന്നീട് തൻ്റെ കുടുംബക്ഷേത്രത്തിൽ മലക്കാരിയെ തൊഴാൻ പോയ ചന്തുവിനെ ബ്രിട്ടീഷുകാർ പിടികൂടിക്കൊണ്ട് പോകുന്നത് കണ്ടു നിൽക്കുന്ന നീലി. പിന്നീട് നീലിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ബാക്കി എൻ്റെ സങ്കല്പമാണ്. ആ പോരാട്ട രംഗത്ത് തന്നെ നിന്നുകൊണ്ട് അവർ ആ വയസ്സായവരെയും കുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്നതും അവിടെ നികുതി പിരിക്കാൻ വരുന്ന ഒരു ബ്രിട്ടീഷുകാരനെ മഴുവെടുത്ത് വെട്ടിക്കൊന്നതിന് ശേഷം ബ്രിട്ടീഷ് പട വരുന്നതിനു മുമ്പേ തലക്കര ചന്തു ഈ അദ്ദേഹത്തിൻ്റെ മലക്കാരിക്ക് മുമ്പിൽ വെച്ച് പൂജിച്ച ആ ഒരു കഠാരിയുണ്ട്. ആ കഠാരി സ്വന്തം ഹൃദയത്തെ കുത്തി ഇറക്കി നീലി മരിക്കുന്നതുമായിട്ടാണ് ഞാൻ അതിനൊരു അവസാനം കൊടുത്തിരിക്കുന്നത്. അതാണ് എൻ്റെ നീലി എന്ന കവിത. അപ്പോൾ അതിലെ ചില വരികൾ, അതിൻ്റെ കുറച്ച് മാത്രം, അതൊരു ഒരു വടക്കൻ പാട്ട് സ്റ്റൈലിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ചില വരികൾ മാത്രം ഞാനിവിടെ ചൊല്ലാം. പുഞ്ചവയലിലു മഞ്ചു കുന്നുമ്മിലും അല്ലലറിയാതെ നീലിപ്പെണ്ണ്, കല്ലൊത്ത കാർന്നോന്മാർ മേവുന്ന മിറ്റത്തെ കാരിരുമ്പൊത്ത കൂറിച്ച പെണ്ണ്, കത്യമ്പും മൊട്ടമ്പും മുന്നം പിഴയ്ക്കാതെ വില്ലു കുലച്ചവൾ കുഞ്ഞിക്കയ്യാൽ. അങ്ങനെ നീലി പരിശീലനം ഈ ആയുധങ്ങളിലൊക്കെ പരിശീലനം നേടി പിന്നീട് ചന്തുവിനെ കണ്ടുമുട്ടുന്നു. കല്ലൊത്ത കാരിരുമ്പൊത്ത കരളിനെ കൽക്കണ്ടമാക്കി കരിമ്പാക്കിയോൻ, കരിവേട്ടയ്ക്കൊത്ത കൂറിച്ചൻ വില്ലാളിയാം തലക്കരമിറ്റത്തെ ചന്തുവല്ലോ. നീലിയും ചന്തുവും മുല്ലതേന്മാവു പോൽ മണ്ണിൽ പുണർന്നു താളിർക്കും നേരം, എടച്ചന കുങ്കനോരു ദിനം ചൊല്ലി പോൽ പടക്കോപ്പ് കൂട്ടണം ടിപ്പു വരും. അന്ന് ടിപ്പുവിൻ്റെ പടയോട്ടം നടക്കുന്നുണ്ട്. എടച്ചന കുങ്കൻ അതിന് എതിരായിട്ട് കളരിത്തറകൾ ഒരുക്കുകയും അതിലേക്ക് നായർപ്പടയും കുറിച്ചപ്പടയും ഒക്കെ സമാഹരിക്കുകയൊക്കെ ചെയ്യുന്ന കാലമാണ്. അങ്ങനെ ടിപ്പു വന്നിട്ട് ഈ തലക്കര ചന്തുവിനോട് ടിപ്പു അല്ല, ആരാണ്, കുങ്കൻ വന്നിട്ട് പറയാണ് ടിപ്പു വരും, അതുകൊണ്ട് നമുക്ക് പടക്കോപ്പ് കൂട്ടണം, ഇല്ലെങ്കിൽ അമ്പലം കാവും കൂളം കുലവും തീണ്ടും കൊള്ളയടിക്കും മാതം മാറ്റിയിടും, കാവും മലകളും തീണ്ടി മുടിപ്പോരെ കുരുതി കൊടുക്കാൻ കോതിച്ചു നീലി. അങ്ങനെ അവര് ഉച്ചാലും തിറയും തുലാപ്പത്തും ഒക്കെ വന്നു പോവുകയാണ്. ഇവര് ആ പടക്കോപ്പൊക്കെ കൂട്ടി ടിപ്പുവിനെ എതിരിടാൻ ശ്രമിക്കുന്നു. പക്ഷേ ടിപ്പുവിന്റെ പടയോട്ടം അതിക്രൂരമായിരുന്നു. അവര് കാട് കയറി രക്ഷപ്പെടുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അന്നിവിടെ നേതൃത്വം നൽകാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല, രാജകുടുംബങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഈ ടിപ്പുവിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. ബ്രിട്ടീഷുകാർ വരുമ്പോഴത്തേക്ക് എന്താണ്, പഴശ്ശിരാജയും എത്തുന്നുണ്ട്. പഴശ്ശിരാജയും പിന്നീട് എടച്ചന കുങ്കനും വന്ന് തലക്കര ചന്തുവിനെയും കൂട്ടി ബ്രിട്ടീഷുകാരെ എതിരിടാൻ പോവുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരെ എതിരിടുന്നതിന് പുറകിൽ പെൺപടയും കൂടിയുണ്ട്. ആരൊക്കെയുണ്ട്? പോർക്കലി പോതി മാലക്കാരി നീലിയും കച്ചമുറുക്കിയേ മണ്ണ് കാക്കാൻ, കുങ്കനും ചന്തുനും തമ്പുരാനും പിന്നിൽ അണിനിരന്നല്ലോ ഈ പെൺപടയും. ഈ പോർക്കലി പോതി മലക്കാരി നീലി എല്ലാവരും ഓരോ ദേവതകളും ഈ ഓരോ ഗോത്രങ്ങളിലെ സ്ത്രീകളും എല്ലാവരും ഇവർക്ക് പിന്നിൽ അണിനിരന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ ഈ തലക്കര ചന്തു സേനാനായകനായി പട പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ
എതിരാളികളും ഉണ്ടാവുന്നുണ്ടല്ലോ, കൂട്ടത്തിൽ നിന്ന് തന്നെ ഉള്ളവർ ഒറ്റിക്കൊടുക്കുമെന്ന് ചന്തുവിന് മനസ്സിലാവുന്നു. അങ്ങനെ ചന്തു ഒരു ദിവസം അത്താഴമുണ്ണുമ്പോൾ നീലിയോട് പറയാണ്, ഇക്കൊല്ലം ഒറ്റയ്ക്ക് തറ കാണാൻ പോകടി, ഞാനില്ല പെണ്ണെ നിൻ കൈ പിടിക്കാൻ, സായിപ്പെറിയുന്ന ചക്രം പെറുക്കുന്നോർ തലക്കര ചന്തുന്റെ തല തെരയും. അങ്ങനെ ചന്തു പറഞ്ഞ് ഇക്കൊല്ലം ഞാൻ തിരക്കി വരില്ല എന്ന് പറയുന്നു. പിന്നീട് പിറ്റേന്നോ ഒരു ദിവസം കാവിൽ തൊഴാൻ വേണ്ടി, മലക്കാരിയെ തൊഴാൻ വേണ്ടി ചന്തു ആയുധമെടുക്കാതെ പോവുകയാണ്. കാവിൽ തൊഴാൻ പോകുമ്പം ആയുധം എടുക്കില്ല എന്നുള്ളത് അറിയുന്നവര് ബ്രിട്ടീഷുകാരോട് ഒറ്റിക്കൊടുത്ത് അങ്ങനെയാണ് ചന്തുവിനെ പിടിച്ചുകൊണ്ടു പോകുന്നത്. അത് കണ്ടു നിൽക്കുകയാണ്, മരവിച്ച് കരയാതെ നീലി നിൽക്കുകയാണ്. നീലി കരഞ്ഞില്ല, നീലി അറിഞ്ഞില്ല, രാവും പകലും കടന്നുപോയി, കോളിമരം കളച്ഛേദ കഥ പാടി, പനമരം പുഴയിലതു പരന്നൊഴുകി, തമ്പുരാൻ യാത്രയായി കുങ്കനും പോയല്ലോ, മണ്ണിന്റെ മക്കൾ ചീതറിപ്പോയി, പല്ലും നഖവും മൂലക്കയരിവാളും എല്ലാം എടുത്തവർ പൊരുതി നിന്നു. വീട്ടിലെ കൊയ്ത്തരിവാള് വരെ എടുത്ത് അവര് ഈ നികുതി പിരിക്കാൻ വരുന്ന ബ്രിട്ടീഷുകാരോട് പൊരുതി നിന്നു. അങ്ങനെ ഒരു നാൾ മുറ്റത്ത് കോൽക്കാർ വരികയാണ്, ബ്രിട്ടീഷ് ഈ പ്യൂൺ അവര് വരികയാണ്. അവര് വന്ന് നെല്ലും മുളകും ഒക്കെ അവര് അളക്കുമ്പോൾ മൂലയ്ക്ക് ചാരിയ കോടാലി കൊണ്ടങ്ങ് വെട്ടിത്തലയറുത്തിട്ടു നീലി. ആ ബ്രിട്ടീഷുകാരന്റെ തലയറുത്തിട്ടു. ഇതെന്റെ സങ്കല്പമാണ് കേട്ടോ. നീലിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിഞ്ഞുകൂടാ. പെണ്ണുങ്ങൾ മക്കളെയും കാർന്നോരെ മുത്തിയേം നീലി കടത്തിയല്ലോ. ആ കുടുംബത്തിലെ സ്ത്രീകളെയും മക്കളെയും കാർന്നോന്മാരെയൊക്കെ നീലി എന്നിട്ട് അവിടുന്ന് കടത്തി വിടുകയാണ്. കോൽക്കാര് പോയിട്ട് വെള്ളത്തോലിക്കാരെ പടകൂട്ടി തിരികെ വരുമ്പോഴേക്കും, ഈ കോൽക്കാര് പോയിട്ട് മറ്റ് ബ്രിട്ടീഷുകാർ പടയെ കൂട്ടി വരുമ്പോഴേക്കും നടുമിറ്റത്തല്ലോ കിടക്കുന്നു നീലിയും ചുടുചോര ചീറ്റിയ ചങ്കുമായി, ചന്തു പൂജിച്ച കാഠാരയ നെഞ്ചത്ത് ചെന്നിണപ്പൂവായി വിരിഞ്ഞു നിന്നു, ചന്തു പൂജിച്ച കാഠാരയ നെഞ്ചത്ത് ചെന്നിണപ്പൂവായി വിരിഞ്ഞു നിന്നു. അങ്ങനെ നീലിയും അവസാനിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.